ഇപ്പോൾ പാർലമെന്ററി പാർട്ടി 6 മണിക്ക് കൂടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പാർലമെന്ററി പാർട്ടിയിലേക്ക് പോകാൻ MLA മാർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതെ അതെ. അതിനകത്ത് എന്താ, ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ, നമ്മുടെ മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തെരഞ്ഞെടുക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ ആശംസിക്കേണ്ടത് ഞങ്ങളുടെ സഹപ്രവർത്തനാണല്ലോ. ഇന്നുവരെ ഞങ്ങളുടെ മുതിർന്ന നേതാവ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു MLA ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി ലീഡറായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞങ്ങൾ അദ്ദേഹത്തിന് എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടല്ലേ പോകുന്നത്. അതിനകത്ത് എന്താ പ്രശ്നം? പിന്നെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? രമേശ് ചെന്നിത്തല എന്താ CPM-ലാണോ? രമേശ് ചെന്നിത്തല മറ്റേതെങ്കിലും അദ്ദേഹം നാളെ 1-ാം തീയതിയാണ് ഗുരുവായൂർ, എല്ലാ 1-ാം തീയതി ഗുരുവായൂർ ദർശനത്തിന് പോകുന്നയാളാണ്. അദ്ദേഹം ഗുരുവായൂരിലേക്കുള്ള യാത്രയിലാണ്. കാരണം വൈകുമെന്നുള്ളതുകൊണ്ട് അദ്ദേഹം നേരത്തെ നേരത്തെ തീരുമാനിച്ച പരിപാടി അനുസരിച്ച് പോയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങളുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ കേട്ടത്, അദ്ദേഹത്തിന്റെ പിന്തുണ രേഖാമൂലൂടെ അറിയിച്ചിട്ടുണ്ടെന്നാണ്. അങ്ങനെ അദ്ദേഹം പിണങ്ങിയെന്ന് ഏതെങ്കിലും വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിസ്ഥാനരഹിതമാണ്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന എല്ലാ 1-ാം തീയതി ഗുരുവായൂർ പോകുന്ന ആളാണ്. ഗുരുവായൂരിലെ യാത്രയിലേക്കാണ്. ഞങ്ങൾ ഇപ്പോഴും വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു, എപ്പോഴും സംസാരിക്കാറുണ്ട്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ഞാൻ പറയാം, അദ്ദേഹത്തിന്റെ നിങ്ങൾ നിൽക്കുന്ന വഴിയിലൂടെ തന്നെ വരണമെന്ന് നിർബന്ധമില്ല. അദ്ദേഹം പ്ലീസ് ഇത് ആരാണ് പ്രഖ്യാപനം വന്നതിന് കാണാമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം തന്നെയാണ് വന്ന് പറഞ്ഞിട്ട് പോയത്. പിന്നീടാണ് അദ്ദേഹം അതിന്റെ പുറയിലൂടെ പോയത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞങ്ങൾ വരുന്ന വഴിക്ക് പറഞ്ഞ നിർബന്ധമല്ല, അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം നിങ്ങളെ രാവിലെ കണ്ടിരുന്നു, മാധ്യമങ്ങളെല്ലാം കാണാമെന്ന് പറഞ്ഞു. രാവിലെ കണ്ടിരുന്നു. അല്ല പ്ലീസ് ഞാൻ പറഞ്ഞു. അദ്ദേഹം കഴിഞ്ഞ 2-3 ദിവസമായി കാണാത്തതിന്റെ പേരിൽ ഇന്ന് രാവിലെ തന്നെ നിങ്ങളെല്ലാവരും കണ്ടിരുന്നു. അദ്ദേഹം ഗുരുവായൂരിലേക്ക് പോയി. അവിടെ ഫ്രണ്ടിൽ എത്രയും ബേളവും ഇതൊക്കെ ഉള്ളപ്പോൾ അത് ഒഴിവാക്കിപ്പോയി. സ്വാഭാവികമായിട്ടും അദ്ദേഹം പോയി. അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു വഴിയിലൂടെ അദ്ദേഹം പോയി. നിങ്ങളൊരു വഴി കാത്തുന്നു, അദ്ദേഹത്തിന്റെ വീടിന്റെ തന്നെ മറ്റൊരു വഴിയിലൂടെ പോയി. കാണുമല്ലോ അദ്ദേഹം തീരുമാനം വന്നിരിക്കും. അദ്ദേഹം അതൊന്നും ഞാനല്ലോ, അതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ ഞാൻ അതൊക്കെ പറയേണ്ട ഹരിയപ്പനുണ്ടോ? അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്, നമ്മുടെ ഒന്നും വായിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല. അതൊക്കെ എന്റെ വഴിക്ക് നടക്കും. ഞാൻ പറഞ്ഞല്ലോ ഇത്രയും നേരം, അദ്ദേഹം ഗുരുവായൂരിലേക്കുള്ള യാത്രയിലാണ്. അദ്ദേഹം നിങ്ങൾ കൊടുത്ത വാർത്തകൾ ശരിയാണെങ്കിൽ അദ്ദേഹം പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പിന്തുണ അറിയിച്ചിട്ടുമുണ്ട്. വേറൊന്നുമില്ലല്ലേ ഇന്നത്തേക്കിനി.